ചാങ്കോസ് ഞാൻ പെട്ടു. എനിക്ക് കോൾഡ് പിടിച്ചു. കോൾഡ് പിടിച്ചത് അട്ടഹസിക്കുന്ന കേട്ടല്ലേ എന്തോ ഇത്. അപ്പൊ ഗൈസ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു നമ്മുടെ ജാങ്കോ ജീവിതം അല്ലേ. എല്ലാവർക്കും സന്തോഷല്ലേ? ഹലോ ഫ്രണ്ട്സ്. അപ്പൊ ഞങ്ങൾ ഇതാ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഒരു സൺഡേ വ്ളോഗായിട്ട് എത്തിയേക്കുവാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഹലോ ഇന്ന് ഹസ്ബൻഡ് കുക്കിംഗ് ചാലഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയെന്നൊക്കെ. ഒരു സത്യാവസ്ഥ നിങ്ങളെ മനസ്സിലാക്കാൻ കൂടിയാണ് ഞങ്ങൾ ഈ വ്ളോഗ് എടുക്കുന്നത്. ഒരു മിനിറ്റ്. അപ്പൊ ഗൈസ് എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇന്നലെ വളരെയധികം തിരക്കായി പോയി. ഞങ്ങൾ പറഞ്ഞായിരുന്നു ഞങ്ങളുടെ വീടിന്റെ പുറകിൽ കുറച്ച് പണിയൊക്കെ നടക്കുവാണ്. അപ്പം അത് ഇച്ചിരി കുളമായിട്ട് കിടക്കുവായിരുന്നു. അപ്പൊ ഇന്നലെ ഒരാൾ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നു. അപ്പം ഞാൻ നോക്കുന്ന ഡേ കെയറിലെ ഒരു കുഞ്ഞിന്റെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ 77 വയസ്സുള്ള അപ്പൂപ്പൻ, പുള്ളിക്കാരനാണ് ഞങ്ങളെ സഹായിക്കാൻ വന്നത്. പുള്ളി ഒരു ബിൽഡറായിരുന്നു കുറെ വർഷം, എന്ന് പറഞ്ഞാൽ 10-60 വർഷമായിട്ട് ബിൽഡറായിരുന്നു. അപ്പം പുള്ളിയുടെ ഒരു എക്സ്പെർട്ടീസ് അനുസരിച്ച് നമ്മള് കുറച്ച് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തു. അപ്പൊ ഇന്നലത്തെ ഫുൾ ഡേ അതിന്റെ പുറകെ ആയിരുന്നു. വൈകിട്ട് അച്ഛനമ്മയുടെ അടുത്ത് പോകേണ്ടി വന്ന അവർക്ക് കുറച്ച് ഗസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഇന്നലത്തെ ഫുൾ ഡേ തീർന്നു. ഞങ്ങക്ക് മറ്റേ നടക്കെടുപ്പ് ഒന്നും നടന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ അതുപോലെ തന്നെ ഗ്രോസറി, നമുക്ക് എന്തെങ്കിലും ഗ്രോസറീസ് ഒക്കെ മേടിക്കണം. നമ്മൾ നടക്കെടുത്തിട്ട് പിന്നെ ഏതാന്ന് വെച്ചിട്ട് അതിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പൊ അതെല്ലാം ചെയ്യണമെന്നാണ് ഇന്നലെ വിചാരിച്ചത്. ഇപ്പൊ അപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ തലേദിവസം അരച്ചൊക്കെ വെക്കണ്ടേ. അപ്പം ഒന്നും നടന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പൊ നമ്മുടെ ഹസ്ബൻഡ് കുക്കിംഗ് ചാലഞ്ച് നമ്മൾ അടുത്ത ഞായറാഴ്ചത്തേക്ക് മാറ്റി വെച്ചേക്കുവാണ് ഗൈസ്. അപ്പൊ അതിന് പകരമായിട്ട് ഞങ്ങളിവിടെ ചെറിയൊരു കുട്ടി വ്ളോഗായിട്ട് വന്നേക്കുവാണ്. അപ്പൊ ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഏതോ ഒരു നമ്മുടെ ഫാമിലി മെമ്പർ ആണെന്ന് തോന്നുന്നു, അതോ ആരാണ്ട് കോമന്റ് ഇട്ടായിരുന്നു ഫുൾ ജാർ സോഡ ഉണ്ടാക്കി ചേച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചു ഫുൾ ജാർ സോഡ ഉണ്ടാക്കാൻ ഇതെന്ത് ഈ നമ്മുടെ സോഡ മേക്കറിൽ സോഡ ഉണ്ടാക്കുന്നത് കാണാൻ ആർക്കാ താല്പര്യം. അപ്പൊ കറക്റ്റ് ആയിട്ട് ഈ ആളിങ്ങനെ പറയാ, ആരാന്ന് ഞാൻ ഓർക്കുന്നില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈപൊക്കി ഞാനായിരുന്നു ആ ആളെന്ന് പറയണേ. അപ്പം കറക്റ്റ് ആയിട്ട് അത് പറഞ്ഞു. പിറ്റേ ദിവസം ഇന്നലെ രാവിലെ ഞാൻ ചുമ്മാ യൂട്യൂബ് തുറന്നപ്പോ ഈ ഫുൾ ജാർ സോഡ എന്ന് പറഞ്ഞ ഈ ഒരു എന്താ പറയാ തരംഗം നമ്മൾ കണ്ടു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി അവരെന്താ ഉദ്ദേശിച്ചെന്നുള്ളത്. അപ്പൊ ഞാൻ ഇച്ചാനോട് പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം നടക്കുന്നുണ്ട്. അപ്പൊ ഇച്ചാൻ പിന്നെ നമ്മുടെ ഔലോസ് പുരാണം ചെയ്ത ആളല്ലേ, ഇടാൻ പറ്റുമോ? അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഫുൾ ജാർ സോഡ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു എന്റെ പുറകെ നടക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടിയുള്ള കുറച്ച് തയ്യാറെടുപ്പുകളൊക്കെ വൺ സെറ്റപ്പ് ഗൈസ്, വൺ സെറ്റപ്പ്. കുക്കറി ഷോ പോലെയുണ്ട്, കുക്കറി ഷോ പോലെ. ഇപ്പൊ റേച്ചമ്മ ചാനൽ രാവിലെ പോയി സിലിണ്ടറൊക്കെ മാറ്റി മേടിച്ചു. ഗ്യാസ് സിലിണ്ടർ ഞങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ ഗ്യാസ് നമ്മുടെ നാട്ടിൽ മിസ്റ്റർ ബട്ട്ലർ ഒക്കെ പോലെ നമ്മുടെ സോഡ മേക്കർ ഉണ്ട്. ഇവിടുത്തതാണ് സോഡ സ്ട്രീം. അപ്പം അതൊക്കെ അതിന്റെ സിലിണ്ടർ ഒക്കെ തീർന്നിരിക്കാന്ന് ഇവര് രാവിലെ. ഞാൻ സത്യം പറഞ്ഞാൽ എണീറ്റപ്പോ ലേറ്റ് ആയി. എന്താ പറയാ ഗൈസ്, ഇന്നലെ ഞാൻ വീണാസ് കറി വേൾഡ് മൈ സ്റ്റോറി കണ്ടു. ഹോ, ഒരു ഭീകര അനുഭവമായി പോയി. രാത്രി മറ്റേ അച്ഛനമ്മയുടെ വീട്ടില് പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്ന് എനിക്ക് ചെറിയ കോൾഡിന്റെ ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നേരത്തെ ഒക്കെ കിടക്കണം എന്ന് വിചാരിച്ച് ഞാൻ കട്ടിലോട്ട് കയറി ജസ്റ്റ് നമ്മളൊന്ന് എന്നാ പിന്നെ എല്ലാം കോമെന്റ്സിനൊക്കെ ഒന്ന് റിപ്ലൈ അയച്ചേക്കാന്ന് വിചാരിച്ച് ഫോൺ എടുത്തു. കോമെന്റ്സ് ഒക്കെ റിപ്ലൈ അയച്ചപ്പോഴത്തേക്കും മൈ സ്റ്റോറി എന്ന് പറഞ്ഞ് പൊങ്ങി വന്നു. അപ്പം സത്യം പറഞ്ഞാൽ ചേച്ചിയുടെ ഒരു അയ്യോ കൈ കഴിക്കൂ, ഞാൻ കുറച്ചു നേരം നിങ്ങളോട് സംസാരിക്കട്ടെ ഇവരൊക്കെ അപ്പൊ സത്യം പറയുവാണെങ്കിൽ ഗൈസ് ചേച്ചിയുടെ ഒരു കഥ എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ചേച്ചി എങ്ങനെ യൂട്യൂബ് തുടങ്ങി, ജാൻ ചേട്ടൻ എങ്ങനെ മീറ്റ്, അങ്ങനത്തെ ഒരു കഥയായിരിക്കും വിചാരിച്ചത്. പക്ഷെ ആ കഥ കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് അങ്ങോട്ട് സന്തോഷവും സങ്കടവും എല്ലാം കൂടെ വന്നിട്ട് ഞാനിങ്ങനെ നമ്മൾ ഈ ആകാശത്തും സിനിമയൊക്കെ കാണുന്നത് അതുപോലെ ഇരുന്നിങ്ങനെ രാത്രി മൊത്തം കരച്ചിൽ സീനായിരുന്നു എന്ന് പറഞ്ഞാൽ ചേച്ചി എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കരമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് സ്പർശിച്ചു. ചേച്ചി ആ കടന്നുപോയ സ്ട്രഗിൾസ് ഒക്കെ അപ്പം ഭയങ്കര ടച്ചിങ് ആയപ്പോ എനിക്ക് പിന്നെ രാത്രി ഞാനിങ്ങനെ ആലോചിക്കും നമ്മൾ വിചാരിച്ച വീണ ചേച്ചി പോലും അല്ലല്ലോ വീണ ചേച്ചി എന്ന് പറഞ്ഞാൽ അതിലും ഒക്കെ മേലെയാണല്ലോ എന്ന് വിചാരിച്ചു പോയി. അത്രയ്ക്കും. പിന്നെ ജാൻചേട്ടൻ എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇച്ചാനോട് ഞാൻ പറഞ്ഞു, ഇച്ചാനൊക്കെ ഞെട്ടിയിരിക്കുകയാണ്. അപ്പം ജാൻചേട്ടനെ നമുക്ക് അതുപോലെ ഇഷ്ടമാണ്. നമുക്കറിയാം പുള്ളിയുടെ സൂപ്പർ വ്യക്തിയാണ്. നമുക്ക് അവരുടെ വീഡിയോസ് കാണുമ്പോഴും പുള്ളിയുടെ ഓരോ സംഭവങ്ങളൊക്കെ പറയുമ്പോഴും അറിയാം. പക്ഷേ പുള്ളി ഒരു മഹാനാണ് ഗൈസ്, മഹാൻ. അതുപോലെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ ശരിക്കും അവരെ പറ്റി പറയാൻ മാത്രമുണ്ട്. അത്രയ്ക്കും നമുക്ക് സന്തോഷം, സത്യം പറഞ്ഞ സന്തോഷം. കാരണം ലോകത്തിൽ ഇങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ. അങ്ങനെ ശരിക്കും സമൂഹത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം കൊണ്ടാണ് അവർ പറഞ്ഞത്. അപ്പൊ ചേച്ചിയുടെ സ്റ്റോറിൽ നിന്ന് എനിക്കറിയാം ഞങ്ങൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ മെയിൽസ് വരാറുണ്ട്, എന്റെ ലൈഫ് ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ശരിക്കും സങ്കടം തോന്നും, ദേഷ്യവും ഫ്രസ്ട്രേഷനും എല്ലാം തോന്നും. കാരണം എല്ലാവർക്കും വിവാഹമോചനം എന്ന് പറയുന്ന ഒന്നല്ലല്ലോ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മുടെ സമൂഹം എത്രമാത്രം ഓരോരുത്തരുടെ ജീവിതത്തില് എന്താ പറയാ
ഇടപെടുന്നു എന്നുള്ളത് ഒരു ശരിക്കും ഒരു ചേച്ചി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് മെസ്സേജ് ആണ്. അത് ഒത്തിരി പേര് കാണട്ടെ, അത് കുറെ പേരൻസ് കാണട്ടെ, സമൂഹം മുഴുവൻ കാണട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരിക്കും ആ ഒരു മാറ്റം നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ എന്റെ കൈയൊക്കെ കഴിക്കുന്നു. ഓക്കെ, എനിവേ ഗൈസ്, അപ്പം അങ്ങനെ ഞാൻ ഇന്നലെ എനിക്ക് അങ്ങോട്ട് ഉറങ്ങാൻ പറ്റിയിരുന്നുള്ള സത്യം. കാരണം അത്രയ്ക്കും സൂപ്പർ ആയിരുന്നു, അത്രയ്ക്കും പവർഫുൾ ആയിരുന്നു. അപ്പൊ എനിക്കും തോന്നി, ഓ യാ, ലൈക്ക് നമ്മൾ അങ്ങനെ ജാൻചേട്ടന്റെ ഫാമിലിയും ഇതെന്താണ് എന്റെ തലയുടെ ഇത്രയും കാണുന്നുള്ളൂ, എന്താ കാണിക്കുന്നേ, എന്നെ ഇത് മൊത്തം പോകുന്ന മുഴുവൻ കാണിക്കുന്നത്. അപ്പം ശരിക്കും നിങ്ങളത് കണ്ടില്ലെങ്കിൽ നിങ്ങൾ കാണണം കേട്ടോ, അത്രയ്ക്കും സൂപ്പർ സംഭവമാണ് അത്, ആ സ്റ്റോറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എനിവേ നമ്മളപ്പം അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് എനിക്കൊരു ഒരു എന്താ എന്ന് പറയേണ്ടതെന്ന് അറിയത്തില്ല. ഓക്കെ, എനിവേ അതൊക്കെ വിടട്ടെ, നമുക്ക് ബാക്ക് ടു ഹാപ്പിനെസ് ആവാം. അപ്പം നമ്മളുടെ ഒരു കുട്ടി വ്ളോഗിൽ നമ്മൾ ഈ ഫുൾ ജാർ സോഡ പരിപാടി ഒപ്പിക്കാൻ പോവുകയാണ്. ഞങ്ങൾ ട്രയലൊന്നും നടത്തിയിട്ടില്ല, എന്റെ കൈ കഴിക്കുന്നത്, അതുകൊണ്ട് എന്നെ മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ട്രയലൊന്നും നമ്മൾ നടത്തുന്നില്ല, ജസ്റ്റ് സ്ട്രേറ്റ് വേ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മീൻസ് ഞങ്ങളുടെ ഒരു സ്റ്റൈൽ കേട്ടോ, ഞങ്ങൾക്ക് എല്ലാം മറ്റേ പച്ചമുളകൊന്നും വെക്കുന്നില്ല, കുറച്ച് സ്ട്രോബെറിയും നമ്മുടെ വീട്ടിലത്തെ പാഷൻ ഫ്രൂട്ട് ഒക്കെ വെച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഹലോ ഗൈസ്, തുടങ്ങാം അല്ലേ? ഈ വ്ളോഗിന്റെ വലിയ ഭംഗിയൊന്നും കാണില്ല കേട്ടോ ഗൈസ്, ഞാൻ ഇങ്ങനെ ഫ്രണ്ട് ക്യാമറ വെച്ച് ഇവിടുന്ന് അവിടെ നിന്നൊക്കെ ആയിട്ട് എടുക്കുന്നത്. പക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് ഒരു ഉഴപ്പൻ വ്ളോഗായിട്ട് ഞങ്ങൾ വരുവാണ്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് അല്ലേ? അപ്പൊ നമ്മുടെ ഹോം ടൂറിൽ കാണിച്ച പോലെ നമ്മളുടെ പാഷൻ ഫ്രൂട്ട് വൈൻ, ഹോം ടൂർ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒരു കാർഡ് ഇടാവേ. നമ്മുടെ പാഷൻ ഫ്രൂട്ട് വൈനിൽ നിന്ന് വന്ന പാഷൻ ഫ്രൂട്ട് ആണ്. ഞങ്ങളുടെ ഇവിടുത്തെ പാഷൻ ഫ്രൂട്ട് നല്ല മധുരമാണോ ഗൈസ്, ഒരു പുളിയും ഇല്ലാത്ത പാഷൻ ഫ്രൂട്ട് ആണ്, ശരിക്കും നല്ല മധുരം. ഓക്കെ, എന്താ അവിടെ സംഭവിച്ചത് അറിയത്തില്ല, പക്ഷെ റൈച്ചമ്മ പിണങ്ങി പോയിട്ടുണ്ട്. അപ്പൊ അവളില്ലാതെ നമ്മൾ ക്യാരി ഓൺ ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇച്ചിരി പാഷൻ അല്ല, ഇനിയിപ്പോ പാഷൻ ഫ്രൂട്ട് ഡയറക്റ്റ് ഷോർട്ട് ഗ്ലാസ്സിലേക്ക് അങ്ങ് ഇട്ടു. ഇനിയിപ്പോ എന്നാണെങ്കിൽ വെറുതെ ഒരു ബൗളും കൂടെ ഇച്ചാ വേണമെങ്കിൽ ഇതൊക്കെ കഴിവ് വെച്ചോളാം കേട്ടോ, എന്നെ കൂടെ വയ്യ. കുറെ ഇടല്ലേ, നമുക്ക് പല സാധനങ്ങൾ ഇടാനുള്ളതെന്ന് ഓർക്കണം. അത്ര തന്നെ വേണ്ടായിരിക്കും. എന്നാലും പോട്ടെ, ഒരു പാഷൻ ഫ്രൂട്ട് ഇട്ടോ, ഒരാത്തല്ലേ പാഷൻ ഫ്രൂട്ട് ഇടുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ മിസ്റ്റർ ജാങ്കോ ഇട്ടുകൊടു. ബളബള എന്നെ എടുക്കുവോ, അതെന്നെ മുഴുവൻ ഒഴിക്കാത്തെ. ഓക്കെ, അതൊക്കെ പിന്നെ അടയ്ക്കാം, ഇതിന്റെ ഫ്രിഡ്ജ് പോകുന്നതിന് മുമ്പ് കാര്യങ്ങളും ചെയ്യൂ കുട്ടി. ഓക്കെ, ഓക്കെ, ഒത്തിരി ഒഴിച്ച ആ ഷോർട്ട് ക്ലാസ് വരുമ്പം ഫണി ഫാളുവോ? ഓക്കെ, നീ പെട്ടെന്ന് ഒരു ഉപ്പും കൂടെ ഇട്, എന്നിട്ട് moment of truth. Yep. ഓക്കെ ഗൈസ്, നമ്മുടെ മഞ്ഞ അങ്ങോട്ട് കളർ പോലും ഇളകിയില്ല. അതാ അങ്ങനെയല്ല, ശരിക്കും അപ്പൊ തന്നെ എടുത്ത് കുടിക്കണം എന്നാണ് അതിന്റെ ഒരു. പിന്നെ മധുരമില്ല.
ഓക്കെ, ഇതാണ് സത്യ റിയൽ ഓണസ്റ്റ് റിയാക്ഷൻ. അവിടൊക്കെ ഡ്രോപ്പ് ചെയ്യുന്നു. ആ എന്താ? ഓ മൈ സോൾട്ട്. അവിടെ എന്തുണ്ട്? നല്ല ഉപ്പുണ്ട്. എല്ലാത്തിന്റെ അവസ്ഥയൊക്കെ തന്നെ ഒന്നായിരിക്കും. ഷുഗർ സിറപ്പ് ഒക്കെ എടുത്ത് കമത്തിക്കോ. 3 ഗ്ലാസ് സോഡ വെറുതെ പോയി. അത് ഇട്ടാട്ട് നമ്മൾ ഇത് കുടിക്കോ? ഒരാൾ പതപ്പിക്കാൻ വേണ്ടി ഉപ്പുള്ള എല്ലാ ഉപ്പ് കൂടെ എടുത്ത് കമത്ത് കരുത്. ഇതിനെ എങ്ങനെ ഞാൻ പതപ്പിച്ചിട്ടേ അടങ്ങത്തുള്ളൂ. അയ്യോ, അതൊന്നും പോരാ മോളെ, അതൊന്നും പോരാ. അപ്പൊ നമുക്ക് ഇച്ചിരി പാഷൻ ഫ്രൂട്ടും സ്ട്രോബെറി ഒക്കെ ബാക്കിയുള്ളതുകൊണ്ട് അത് കൂടെ എല്ലാം കൂടെ ഉണ്ടാക്കാൻ പോവാ. ഓക്കെ, ഡിഫറെന്റ്. അതെ. അപ്പൊ ജാങ്കോസ് നമ്മൾ ഫുൾ ജാർ സോഡ ഉണ്ടാക്കി ഫുള്ളായിട്ട് പണി പാളിയ കഥയാണിത്. ഞാൻ കുറച്ചധികം വീഡിയോസ് കണ്ടിരുന്നു. ഇവരുടെ എല്ലാം ഉണ്ടാക്കിയപ്പോൾ സൂപ്പർ ടേസ്റ്റ്, മേസ്മരിക്കും. ഞങ്ങളുടെ ഉണ്ടാക്കിയ ഒടുക്കത്തെ ഉപ്പ്. അവിടെ പോയി മിസ്റ്റർ ജാങ്കോ, മിസ് ജാങ്കോ അതാണ് ഇനി നമ്മള് നമ്മുടെ സ്വന്തം റെസിപ്പിയിലോട്ട് ഉണ്ടാക്കാൻ പോവാ. അല്ല, ഇപ്പൊ ഉള്ളത് നമ്മുടെ സ്വന്തം റെസിപ്പി ആയിരുന്നു. പലരും പല ഉപദേശങ്ങളും തന്നിരുന്നെങ്കിലും ഒന്നും നമ്മൾ എടുക്കാതെ തനിഷ്ടം കാണിച്ചപ്പോ നടന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. സഹോ മാറിക്കെ. ഓ, സഹോ കുടിക്കുകയാണ്. എങ്ങനെയുണ്ട്? സ്ലീവ്സ് അപ്പ് ചെയ്തേ പ്ലീസ്. ഇവിടെ എല്ലാ സോഡയും ഇനി ഇതെല്ലാം വൃത്തിയാക്കണല്ലോ എന്ന് ഓർക്കുമ്പോ അതിലും ഭീകരമായി പോയി. ഇതിനേക്കാളും എളുപ്പം ഹസ്ബൻഡ് കുക്കിംഗ് ചാലഞ്ച് ആയിരുന്നു എന്ന് തോന്നുന്നു. ഇതിനകത്ത് നമ്മൾ കസ്കസും ബേസൽ സീഡ്സും അല്ല, നമ്മൾ ചിയ സീഡ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണിത്? ഷോർട്ട് ഗ്ലാസ്സിനകത്ത് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നിർത്തും. ഞാൻ നോക്കട്ടെ, ഈ സോഡ വെള്ളത്തിന്റെ അടിയിലും കൂടെ കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിക്കുക. മാറിക്കെ വെച്ചേ, കൈമാറ്റിക്കേ. എന്റെ പൊന്ന് ചേട്ടാ, ഒരു ഫുൾ ജാർ സോഡ ഉണ്ടാക്കിയിട്ട് ഫുൾ ജാർ സോഡ ഇത് എന്തോ ഇത് ഫുൾ ജാർ സോഡ ഉണ്ടാക്കി ഫുള്ളായിട്ട് ഷുഗർ ഒക്കെ പിടിച്ച കഥയായിരിക്കും. മുത്തവിടെ നിലത്ത് വീഴും. അങ്ങോട്ട് മാറ്റി വെച്ചേ. മുത്തവിടെ വെച്ചേ. നൈസായിട്ട് തിന്നാൻ നോക്കണ്ട കേട്ടാ. സൈഡിൽ കൂടെ സോഡ ഒഴിക്കാൻ പോവാണ്. സോഡ വെച്ചിട്ട് ഉപ്പ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് കൊടുക്കും. ഓക്കെ. ഫുൾ ജാർ സോഡ തന്നെ നല്ല വരുന്നുണ്ടല്ലോ. ഇനിയിപ്പോ എന്തിനാണ് ഉപ്പിടുന്നത്? റെഡി. അതെന്നോട്ടല്ലോ. അതിന്റെ മേളിൽ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്തായിരുന്നു ഉദ്ദേശം? കണ്ടോ പൊട്ടുന്നുണ്ടോ? ചെറിയൊരു മഴ പോലെ. അത് കാണുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? ഇവിടെ സോഡ മഴ പെയ്യുന്നു. സോഡ മഴ പെയ്യുന്നു. Don't put too much open so you're not going to drink it. Yeah. പേടിപ്പിച്ച്. That is cool one. That is the most cool one. Did you see that, Mama? That is the cool one. അതായിരിക്കും നല്ലത്. അപ്പൊ ഗൈസ്, നമ്മുടെ ഫുൾ ജാർ സോഡ ഫുള്ളായിട്ട് ഫ്ലോപ്പ് ആയ കഥയാണിത്. 3 ജാർ സോഡയും അതിലേറെ ഇൻഗ്രീഡിയൻസും വെറുതെ പാഴായി പോയ ഒരു ബ്ലോഗ് വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്ക് വളരെ ഉടൻ തന്നെ കിട്ടുന്നില്ലേ? എന്നെ കിട്ടുന്നില്ല, അത്രേ ഉള്ളൂ. നമുക്ക് വളരെ ഉടൻ തന്നെ ഒരു പ്രോപ്പർ വീഡിയോ ആയിട്ട് കാണാം. ഇത് മെയിൻലി നിങ്ങളോട് സോറി പറയാൻ വേണ്ടിയാ വന്നത്. നമ്മുടെ ഹസ്ബൻഡ് കുക്കിംഗ് ചാലഞ്ച് ഡിലേ ആക്കി വെച്ചേരും, പിന്നെ ഫുൾ ജാർ സോഡ ഈ പറയുന്ന പോലത്തെ തരംഗമാണോ അല്ലയോ എന്ന് ഞങ്ങൾ ട്രൈ ചെയ്തപ്പോൾ തകർന്നു പോയൊരു കഥയും കൂടെ. ഇനി ഇതൊക്കെ വൃത്തിയാക്കണല്ലോ ഓർക്കുമ്പം. കടയിലും പോയി മേടിച്ചു കുടിക്കണം. ഓക്കെ, അപ്പൊ ഗൈസ് എല്ലാം പറഞ്ഞ പോലെ സമാധാനം നിങ്ങളുടെ കൂടെ. ടേക്ക് കെയർ ആൻഡ് ബൈ. ഞങ്ങള് സോഡ സ്ട്രീമിന്റെ കുറ്റി സിലിണ്ടർ മാറ്റാൻ പോവാ. നിങ്ങളും കൂടെ പോരെ? ഓക്കെ, ശരിയല്ലേ? ചാടി കയറിയിരുന്നു. അപ്പൊ അതേണ്ട റൈച്ചമ്മ ഇവിടെ ഫ്രണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഞങ്ങളാണ് ഇവിടെ കോൾസ് എക്സ്പ്രസ് ഇവിടെ ബെൽമൗണ്ടില്
ഓക്കെ. അതാണ്ട് ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യാവുന്ന കാര്യം. ഓക്കെ, നമ്മളപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആദ്യം സ്റ്റോറിൽ കയറി ഇത് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള പേയ്മെൻറ്റ് നടത്തും. അപ്പോൾ അവർ മിക്കവാറും താക്കോൽ തരും, നമ്മൾ തന്നെ വന്നായിരിക്കും ചെയ്യാൻ പോകുന്നത്. നമുക്കത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ. അപ്പോൾ ആ എക്സ്ചേഞ്ചിലേക്ക് വേണ്ടിയ കീസ് നമ്മുടെ കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പോയി എക്സ്ചേഞ്ച് ചെയ്യാൻ പോവാം. ഓക്കെ. എന്തോ തുറന്നേ? അത് തന്നെ തുറക്കുമല്ലോ, മറന്നു കിട്ടേ. അതായത് ഇപ്പോൾ ഇത് തുറക്കും. തുറക്കാൻ പറ്റിയില്ലെങ്കിൽ പപ്പയോട് പറയണേ. പൊടിക്കാം, എടുത്തിരിക്കാം. അപ്പോൾ തുറക്കാം. കുഞ്ഞിങ്ങനെ പിടിച്ചേ. ഇതിൻ്റെ അകത്തുണ്ട് ഫിൽഡും അല്ലാത്തതും. അപ്പം ഒരു പുതിയ സിലിണ്ടർ ഇതുണ്ട്, മേളിൽ സീല് കാണും, അതങ്ങ് എടുത്താൽ മതി. നോക്കട്ടെ, ഇച്ചിരി ഞങ്ങളുടെ വെയിറ്റ് കൂടിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇതൊന്നും ഒരു വെയിറ്റ് ഇല്ല, തല ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഒരെണ്ണം എടുത്തു. ജൂ എടുക്കാൻ പറ്റില്ല, നമ്മൾ 1 പേ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ empty സാധനം ഇതിൻ്റെ അകത്ത് തിരിച്ചു വെച്ചു. എന്നിട്ട് ഇത് പതുക്കെ അതാണ്ട് നമ്മുടെ സിലിണ്ടർ എടുത്തു. ഇനി റൈറ്റ് ഇത് ലോക്ക് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നേരെ കൊണ്ടുപോയി നമ്മുടെ സോഡാ സ്ട്രീമിൻ്റെ അകത്ത് വെക്കാം. പറ്റുമ്പോൾ റെഡിയാണോ? ഓക്കെ. ഇപ്പൊ പറഞ്ഞ പോലെ ഇതാണ് നമ്മള് സോഡാ സ്ട്രീമിന്റെ സിലിണ്ടർ സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് തുറന്ന് ഇപ്പൊ എങ്ങനെ സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ. ആദ്യം ഇതിന്റെ ഈ സീലങ്ങ് ഊരുക. സീല് ഊരി ഈ ക്യാപ്പ് കണ്ടോ, ഈ ക്യാപ്പ് ഇങ്ങനെ ഊരിയെടുക്കുക. എന്നിട്ട് ഇത് സേഫായിട്ട് ഇവിടെ എവിടെയെങ്കിലും പൊട്ടാതെ വെക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ ടേബിൾ പൊട്ടിപ്പോകും ഗ്ലാസ് ആയതുകൊണ്ട്. പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ തന്നെ ഇതിൻ്റെ സൈഡിൽ ബട്ടൺസ് ഉണ്ട്. ഈ ബട്ടൺസ് ഞെക്കി ഇത് ഊരിയെടുക്കുക. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് അറിയാതല്ല, ഇങ്ങനെ ഇവിടെയാണ് ഇതിൻ്റെ സിലിണ്ടർ പോകുന്നത്. നമ്മൾ ഇതുവഴി സിലിണ്ടർ അങ്ങോട്ട് കയറ്റും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചേച്ച് ഇത് ട്വിസ്റ്റ് ചെയ്ത് തരാം. ഓക്കെ. ട്വിസ്റ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കവർ തിരിച്ച് സെറ്റ് ചെയ്യാം. ഓക്കെ. സോഡാ സ്ട്രീം നമുക്ക് സോഡ ഉണ്ടാക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ നോക്കാം ബാക്കി പരിപാടികൾ.